ക്രിസ്മസ് അവധിക്ക് ഷാർജയിൽ നിന്നും പുറപ്പെട്ട 18 യാത്രക്കാർ ഭുവനേശ്വർ എയർപോർട്ടിൽ കുടുങ്ങി. ഡിസംബർ 22-ന് രാത്രി മുംബൈയിൽ നിന്നുള്ള എയർ ഇന്ത്യയുടെ കണക്റ്റഡ് ഫ്ലൈറ്റിൽ ഓവർ ബുക്കിംഗ് ആയതാണ് യാത്രക്കാർ കുടുങ്ങാൻ കാരണം. സീറ്റുകൾ മറ്റ് യാത്രക്കാർക്ക് നൽകിയതിനെ തുടർന്നാണ് യാത്രക്കാർ പ്രതിസന്ധിയിലായത്. നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് അവിടെ നിന്ന് ഓൾറെഡി ഡിലേ ആക്കിയിട്ട് ഇവിടെ എത്തിയപ്പോൾ അത് പോയി എന്ന് പറയുന്നത്. പക്ഷേ ആ ഫ്ലൈറ്റ് ഇവർ തന്നെ പറഞ്ഞതാണ്, ആ ഫ്ലൈറ്റ് ഫുള്ള് ഓവർ ബുക്കഡായി പോയത്. അപ്പോൾ നമ്മൾ 18 പേരുടെ ആ സീറ്റ് എവിടെ പോയി, അതാണ് നമുക്ക് അറിയേണ്ടത്. ഞങ്ങൾ 18 പേരുടെ സീറ്റ് കാലിയായിട്ടല്ല ഫ്ലൈറ്റ് പോയത്. 6:35 എടുക്കുന്ന ഫ്ലൈറ്റ് 6:10 ഇവർ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇവിടുന്ന് വിട്ടു എന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് നാളെ നൈറ്റിലേക്ക് ഇനി ഫ്ലൈറ്റ് ഉള്ളൂ എന്ന് പറയുന്നത്. എന്തൊരു അനാസ്ഥയാണിത്. हमारा फ्लाइट क्योंकि फ्लाइट डिले था सर। डिले क्या ऑन से डिले? हमारा फ्लाइट डिले तो इधर का डिले आना चाहिए ना। डिले नहीं था, यहाँ से ऑन टाइम ही था। नहीं, हमारा डिले 18 आदमी, हमारा 18 आदमी का सीट वो लोग सेल किया. മണിക്കൂറുകൾ കുടുങ്ങിയ അവസ്ഥയാണുള്ളത്. 18 യാത്രക്കാരാണ് പുറപ്പെട്ടിരുന്നത്. ഗിൽബർട്ട് യാത്രക്കാരൻ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ഗിൽബർട്ട്, താങ്കൾ നാട്ടിൽ എവിടേക്ക് വരാൻ ഇരുന്ന ആളാണ്. ഷാർജയിൽ നിന്നും എന്നാണ് ഈ വിമാനം തിരിച്ചത്? 22-ാം തീയതി രാത്രി പുറപ്പെട്ട വിമാനമാണ്. ഞങ്ങൾ ഷാർജയിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. മുംബൈയിലെ നമ്മൾ ചെക്കായത്. അപ്പൊ നമ്മുടെ 18ഓളം സീറ്റുകൾ അവർ ഓവർ ബുക്ക് ചെയ്തിട്ട് ഓൾറെഡി ആ ഫ്ലൈറ്റ് അവിടുന്ന് പുറപ്പെട്ടു. പിന്നെ നമുക്ക് അതുപോലെ തന്നെ വേറെ ഫ്ലൈറ്റോ കാര്യങ്ങളോ അപ്പോൾ അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭുവനേശ്വറിലേക്കാണ് അവർ ടിക്കറ്റ് എടുത്തത്. ഭുവനേശ്വർ ഞങ്ങൾ ഇന്നലെ എത്തിയിട്ട് ഇവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇതുവരെ നമ്മൾ ഭുവനേശ്വറിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. ഭുവനേശ്വറിൽ ഇന്ന് രാവിലെ ഫ്ലൈറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇന്നും ഞങ്ങൾക്ക് പുറപ്പെടാൻ പറ്റിയില്ല. ഇതുവരെ ഞങ്ങൾ എയർപോർട്ടിലാണുള്ളത്. ഇനി 3:50 ഫ്ലൈറ്റ് പറഞ്ഞിരുന്നു, അതും ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. ഞങ്ങളിപ്പോൾ എയർപോർട്ടിലാണുള്ളത്. ഞങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരുന്നു. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ അവർ 1000 രൂപ നമുക്ക് അവര് തരാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇത്രയും സമയം കളഞ്ഞ് ഞങ്ങൾ ഇത്രയും പേര് 18 ആളുകൾ ഇതിൽ കുടുങ്ങിക്കിടക്കാണ്. കുട്ടികളുണ്ട്, 2 കുട്ടികളും വയസ്സായവരും ഇതിലുണ്ട്. ഒരു സമയവും യാത്രയുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയില്ലല്ലേ? ഒന്നും നൽകിയില്ല. ഇന്ന് രാവിലെ തന്നെ 11 മണിക്ക് ടിക്കറ്റ് എടുത്ത് പറഞ്ഞിട്ട് പിന്നെ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ആ ഫ്ലൈറ്റും ഡിലേ ആയി. ഇപ്പൊ 3:50 പറഞ്ഞു. ഞങ്ങൾ എയർപോർട്ടിലാണുള്ളത്. ഈ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവരൊക്കെ ഉണ്ടാകുന്ന അവർക്കൊക്കെ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കൂടി എന്ന് പറഞ്ഞാൽ? വളരെയധികം അനാസ്ഥയാണ്. കാലുകൊണ്ട് വയ്യാത്ത ഹാൻഡിക്കാപ്ഡ് ആളുകൾ വരെ ഉണ്ടായിരുന്നു. വയസ്സായവരും കുട്ടികളെല്ലാം ഉണ്ട്. എല്ലാവരും ഷാർജയിൽ പുറപ്പെട്ടിട്ട് ഇതുവരെ 22-ാം തീയതി പുറപ്പെട്ട് 24-ാം തീയതി ക്രിസ്മസിനോട് പോകുന്ന ആൾക്കാർക്ക് ഒന്നും കയറാൻ പറ്റിയിട്ടില്ല. സാധാരണ കോമ്പൻസേഷനൊക്കെ നൽകാറുണ്ട്. ഇങ്ങനെ ഉള്ള അവസ്ഥയിൽ ഇവരുമായി ബന്ധപ്പെടുമ്പോൾ ഈ 1000 രൂപ മാത്രം എന്നാണ് പറയുന്നത്. അതെ, 1000 രൂപയാണ് അവർ തരാമെന്ന് പറയുന്നത്. അതിലെന്ത് കാര്യമാണുള്ളത്? ഞങ്ങൾക്ക് കൊച്ചിയിലാണ് എത്തേണ്ടത്. ഞങ്ങൾക്ക് എത്തിയാണ് മതി. അടിയന്തരമായി നാട്ടിലേക്ക് പല കാര്യങ്ങൾക്കായി എത്തേണ്ടവരായിരുന്നോ? അതെ, അർജന്റായിട്ട് എത്തേണ്ട ആളുകളുണ്ടായിരുന്നു. ഒരുപാട് പേര് അർജന്റായിട്ട് എത്തേണ്ട ആളുകളുണ്ടായിരുന്നു. പിന്നെ UK നിന്ന് വന്ന ഒരു പയ്യനുണ്ട്. അവൻ 19-ാം തീയതി വന്നതാണ് ഷാർജയിൽ. അത് കഴിഞ്ഞിട്ട് 22-ാം തീയതി ഫ്ലൈറ്റിൽ കയറി. ഇതുവരെ അവനും എത്താൻ സാധിച്ചിട്ടില്ല. ഈ ഭക്ഷണവും വെള്ളവും ഒക്കെ സമയത്ത് ലഭ്യമായോ? ഇപ്പോ 3:50 ഫ്ലൈറ്റ് ഇവിടെ വന്നിട്ട് ആ ഫ്ലൈറ്റിൽ ഞങ്ങൾ പിടിച്ചിരിക്കുകയാണ്. ഇതുവരെ ഈ ഫ്ലൈറ്റും പുറപ്പെട്ടിരിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ ഗിൽബർട്ട്. നിങ്ങളൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ട് വിവരിച്ചതിന്. അങ്ങനെ ക്രിസ്മസ് അവധിക്ക് ഷാർജയിൽ നിന്നും പുറപ്പെട്ട 18 യാത്രക്കാർ ഭുവനേശ്വറിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എയർപോർട്ടിൽ ഇപ്പോഴും തുടരുന്ന അവസ്ഥയാണ്. ഇത്രയും സമയമുണ്ടായിട്ടും ഒരു അറിയിപ്പോ എപ്പോൾ വിമാനം പുറപ്പെടുമെന്നത് സംബന്ധിച്ചൊന്നും ഒരു അറിയിപ്പോ ഉറപ്പോ നൽകുന്നില്ല. हमारा डिले 18 आदमी का सीट वो लोग सेल किया. इधर से चेक इन करके दूसरा आदमी लोग किया. फिर हम लोग का दूसरा फ्लाइट के लिए कल वेट करना चाहिए. बोलो, अब बोलो ना, क्या करेगा हम लोग? कितना 18 आदमी क्या करेगा? नहीं, हम लोग कितना अच्छा से बात किया. 6 बजे तक